നമസ്കാരം. നിയമപരമല്ലാത്ത കുടിയേറ്റത്തിനെതിരെ US ഭരണകൂടം കടുത്ത നിലപാടുകൾ തുടരുന്നതിനിടയിൽ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് അപ്രതീക്ഷിതവും ആകർഷകവുമായ ഒരു ഡീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. സൗജന്യ വിമാനയാത്ര, $1000 സമ്മാനം, കൂടാതെ ഭാവിയിൽ ശരിയായ നിയമപരമായ മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ സ്വയം നാടുവിടാൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് US. ഒന്നുകിൽ നിയമം ലംഘിച്ച് ഇവിടെ തുടരുക, അല്ലെങ്കിൽ സമ്മാനങ്ങൾ നേടി സ്വയം നാടുവിട്ട് നിയമപരമായി മടങ്ങി വരുന്നതിന് അവസരമൊരുക്കുക. ഇതിൽ ഏത് വേണമെന്നാണ് US ചോദിക്കുന്നത്. ഈ നീക്കം US കുടിയേറ്റ നിയമത്തിലെ ഒരു പുതിയ തന്ത്രമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നിർബന്ധിത നാടുകടത്തലിന്റെ ഭീഷണിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ വാഗ്ദാനം ഒരു നിർണായകമായ വഴിത്തിരിവാണ് നൽകുന്നത്. സ്നേഹത്തോടെ ചവിട്ടി പുറത്താക്കുമെന്ന് ചുരുക്കം. US-ൽ ഇ-കൊമേഴ്സ് കമ്പനികൾ വൻ ഓഫറുകൾ നൽകുന്ന സൈബർ മൺഡേ പ്രമാണിച്ചാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് ഓഫറുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എത്തിയിരിക്കുന്നത്. US-ൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് സ്വയം നാടുവിടാനുള്ള അവസരമാണ് ഇവർ ഒരുക്കുന്നത്. ഇതനുസരിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ യാത്രാ ചെലവ് വഹിക്കുന്നതിനു പുറമെ സർക്കാർ $1000 സമ്മാനം നൽകുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നതിനുള്ള പിഴവുകളിൽ ഇളവും ലഭിച്ചേക്കും. US-ലേക്ക് നിയമപരമായ രീതിയിൽ മടങ്ങി വരാനുള്ള അവസരവും കിട്ടും. ഇതിനായിട്ട് CBP ഹോം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകുക. തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി മടക്കയാത്ര ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. നിങ്ങൾ നൽകിയ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ 10 ദിവസത്തിനകം നാടുവിടാനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിവരം. യാത്ര സ്ഥിരീകരിച്ച ശേഷം $1000 ലഭിക്കും. കൂടാതെ അനധികൃത താമസത്തിനെതിരെ ചുമത്തിയ പിഴകളിൽ ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ച് സ്വയം നാടുവിടാൻ തീരുമാനിക്കുന്നവർക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉറപ്പാക്കുമെന്നും ഭരണകൂടം പറയുന്നുണ്ട്. അതേസമയം ഈ പ്രത്യേക ഓഫർ പ്രയോജനപ്പെടുത്താത്തവർക്ക് നാടുകടത്തൽ മാത്രമാണ് ഏക പോംവഴിയെന്നും താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് ഭരണകൂടം. ഇവർക്ക് ഒരിക്കലും US-ലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും ട്രംപ് ഭരണകൂടം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാൽ തീരുമാനമെടുക്കുന്നത് വൈകരുതെന്നും ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുവിടാനുള്ള വ്യാപക നീക്കം നടക്കുന്നതിനിടെയാണ് സ്വയം നാടുവിടാനുള്ള പ്രോത്സാഹനം നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതുവരെ അനധികൃത കുടിയേറ്റക്കാരായ 20 ലക്ഷത്തോളം പേരെ പുറത്താക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 16 ലക്ഷം പേരും സ്വയം നാടുവിട്ടവരാണത്രേ. 4 ലക്ഷം പേരെ നിർബന്ധിതമായി നാടുകടത്തി. ട്രംപ് ഭരണകൂടം 1 വർഷം പിന്നിടുന്നതിന് മുന്നോടിയായി 6 ലക്ഷം പേരെ നാടുകടത്താനാണ് സർക്കാർ നീക്കം. പ്രതിവർഷം 10 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനാണ് ട്രംപിന്റെ ഉദ്ദേശം. പ്രതിദിനം 3000 പേരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ ഫണ്ടിംഗ്, തടങ്കൽ സൗകര്യങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ എന്നിവ കാരണം ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ട്രംപ് അധികാരത്തിലെത്തി ആദ്യ 100 ദിവസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് 66,000-ലധികം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. US നാടുകടത്തിയവരിൽ 1700-ലധികം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്ക് US സർക്കാർ നൽകുന്ന ഈ സ്വയം നാടുകടത്തൽ പദ്ധതി അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ സങ്കീർണമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നതുമാണ്. നാടുകടത്തൽ ഉത്തരവ് ലഭിച്ചവർക്ക് പിഴകളിൽ ഇളവ് നൽകുമെന്ന വാഗ്ദാനം ആശ്വാസകരമാണെങ്കിലും ഈ ആപ്പ് വഴിയുള്ള പ്രക്രിയയ്ക്ക് പരമ്പരാഗതമായ നിയമപരമായ സംരക്ഷണം എത്രത്തോളം ഉണ്ടെന്ന ആശങ്ക പലർക്കും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇതിനോടകം 2 ദശലക്ഷത്തോളം പേർ സ്വമേധയാ രാജ്യം വിട്ടുവെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. ചുരുക്കത്തിൽ നിയമലംഘനം തുടരുന്നതിന്റെ ഭവിഷ്യത്തുകളും നഷ്ടപ്പെട്ടേക്കാവുന്ന നിയമപരമായ പ്രതിരോധ മാർഗങ്ങളും ഒരു വശത്തും സാമ്പത്തിക സഹായവും നിയമപരമായ തിരിച്ചുവരവിനുള്ള സാധ്യത മറുവശത്തുമായി പ്രവാസികൾക്ക് നൽകുന്നുണ്ട്. ഇത് US കുടിയേറ്റ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായം കുറിക്കുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്.